നമസ്കാരം. പ്രസിദ്ധമായ ലണ്ടൻ ബിഗ് ബസിന് സമാനമായ ഡബിൾ ഡെക്കർ സിറ്റി ട്രിപ്പാണ് തിരുവനന്തപുരത്ത്. വൈകിട്ട് 3 മണി മുതൽ ആരംഭിക്കുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ടും ട്രിപ്പുകൾ. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് MG റോഡ് പാളയം മ്യൂസിയം വഴി കവടിയാർ കൊട്ടാരത്തിന്റെ മുൻപിൽ ചെന്ന് അവിടെ നിന്ന് തിരിച്ചു വന്ന് വീണ്ടും പാളയം വഴി പാറ്റൂർ, ചാക്ക, ശംഖുമുഖം തിരികെ വന്ന് ലുലുവിൻ്റെ മുമ്പിൽ കൂടി ബൈപ്പാസിൽ കൂടി കറങ്ങി ഈസ്റ്റ് ഫോർട്ടിൽ തിരിച്ചെത്തുന്നു. ഗംഭീരമായൊരു ട്രിപ്പാണ്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ഡെക്കിലിരുന്ന് ഏതാണ്ട് 2 മണിക്കൂർ നേരം ആനന്ദിച്ച് ആസ്വദിച്ച് തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. തീർച്ചയായിട്ടും പോകേണ്ട ഒരു ട്രിപ്പ് തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസാണ് ഇത്. തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിലൊരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാർ ഹാളാണ് ഇന്ന് സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നത്. ഇത് നിർമ്മിക്കാൻ ചുക്കാൻ പിടിച്ചത് അന്നത്തെ ദിവാനായിരുന്ന മാധവറാവു. നിയമസഭാ മന്ദിരം, ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ MLA-മാരൊക്കെ ബജറ്റ് സമ്മേളനമൊക്കെ കൂടുന്ന നിയമസഭാ മന്ദിരം. ഇത് മുൻകാലങ്ങളിൽ സെക്രട്ടേറിയറ്റിനുള്ളിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. KTDC ആദ്യകാല ഹോട്ടൽ മസ്കറ്റ് ഹോട്ടലാണ് ഇടതുവശത്തായി കടന്നു പോകുന്നത്. ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ സൂ. വലതുവശത്തായി ശ്രീനാരായണ ഗുരു പാർക്ക് കഴിഞ്ഞു പോകുന്നു. കുട്ടികളുടെ പാർക്കാണ് വലതുവശത്തായി കാണുന്നത്. ഇടതുവശത്തായി തിരുവിതാംകൂർ രാജവംശം നമുക്ക് സമ്മാനിച്ച മറ്റൊരു മുതൽക്കൂട്ട് കനകക്കുന്ന് കൊട്ടാരം. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെത്തുന്ന നോൺ വെജ് കഴിക്കുന്ന അല്ലെങ്കിൽ സസ്യേതര ഭക്ഷണം കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ച ഒന്നാണ് കനകക്കുന്ന് കൊട്ടാരം. ഇന്ന് ഒരുപാട് സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഇടതുവശത്ത് ഇന്ത്യൻ നേവിയുടെ സീഹോക്ക്, ഇടതുവശത്ത് ബാലഭവൻ, നമ്മുടെ വലതുവശത്തായി കടന്നു പോകുന്നതാണ് കേരള രാജ്ഭവൻ. നമ്മുടെ ഗവർണറുടെ വസതിയാണ് വലതുവശത്തായി കടന്നു പോകുന്നത്. പോലീസിന്റെ അതീവ സുരക്ഷയിലുള്ള ഗവർണറുടെ വസതി. വശത്തായി സ്വാമി വിവേകാനന്ദൻ പാർക്ക് കാണാൻ കഴിയും. നമ്മുടെ തൊട്ടുമുന്നിലായി കാണുന്ന ഗേറ്റാണ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിലവിലെ രാജകുടുംബാംഗങ്ങൾ വസിക്കുന്ന കവടിയാർ പാലസ്. അതിന്റെ എൻട്രൻസ് ആണ് നമ്മുടെ തൊട്ടുമുന്നിലായി കാണുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജമുദ്രയായ ശംഖുമുദ്ര പതിപ്പിച്ച കവടിയാർ പാലസിന് തൊട്ടുമുന്നിൽ
ഇടതുവശത്ത് ഫൈൻ ആർട്സ് കോളേജ്. ജനറൽ ഹോസ്പിറ്റലൊക്കെ ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് നഴ്സിംഗ് കൗൺസിലിന്റെ ഒരു വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ എയർഫോഴ്സിന്റെ വർഷത്തിൽ 2 പ്രാവശ്യം ആറാട്ടിനായി എയർപോർട്ട് റൺവേ മുറിച്ചു കടന്ന് എത്താറുള്ളത്. ചരിത്രത്തിൽ നമുക്ക് ഈ പ്രത്യേകത തിരുവനന്തപുരത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്.